ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ B.Ed സ്റ്റുഡൻ്റ് ആണ് ഗൈസ് വീഡിയോ. അപ്പം ഇതാ രാവിലെ 8:20 ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. പിള്ളേർ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ ടേൺ ആയിരുന്നു ദോശ ഉണ്ടാക്കൽ. ഇവിടുത്തെ ദോശ മാസ്റ്റർ വേണമെങ്കിൽ ഞാനാണെന്ന് പറയാം. സ്ഥിരം ദോശ ഉണ്ടാക്കാൻ ഞാനാണ് ഗൈസ്. അങ്ങനെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഡി ചെയ്ത കോളേജിലേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു റൂമിൽ നിന്ന് ഒരു കിലോമീറ്ററിനേക്കാളും കുറച്ച് കുറവാട്ടോ. അപ്പോൾ നമ്മളിതാ നടക്കാനായിട്ട് തുടങ്ങി. ഇന്ന് ഇൻ്റേണൽ എക്സാം ആയതുകൊണ്ട് പേപ്പറൊക്കെ മേടിച്ച് നമ്മൾ പോവാണ്. 11 to 12:45 വരെയാണ് ഗൈസ് എക്സാം. 10 to 11 റിവിഷൻ ആയിരിക്കും. അപ്പോൾ കോളേജിൻ്റെ ബാക്കിൽ കൂടെ ആട്ടോ നമ്മൾ പോണത്. അങ്ങനെ ഇതാ ക്ലാസ് എത്തിയപ്പം ക്ലാസ്സിൽ ആരുമില്ല. കാരണം എല്ലാവരും ഫസ്റ്റ് ഇയർ ക്ലാസ്സിന് പ്രയറിന് പോയിരിക്കുന്നു. നമ്മൾ സ്ഥിരം ലേറ്റാണ്. അങ്ങനെ റിവിഷൻ്റെ സമയമാണിത്. അങ്ങനെ ചാരു ഇവള് തലേ ദിവസം മഹാനന്റെ വീഡിയോ കണ്ട എഫക്റ്റ് ആണ് ആ പൊട്ടൊക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമായിട്ട് നിങ്ങൾ കാണാം, പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ പെടില്ല. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പ്രഹസനം നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഇതാ ഇപ്പോൾ ഹായ് കാണിച്ച ആളെൻ്റെ കസിൻ. അവൾ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഈ സുഗു ഡിസ്കസ് ചെയ്യായിരുന്നു. ഞങ്ങൾ പ്രാഗമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ചോറ്, ബ്രിഞ്ചോൾ ഫ്രൈ, സാമ്പാർ, ചാരു ചെറുപയർ ചോറും, സുഗു സോയാബീൻ, അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഈ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് പോകാനായിട്ട് സമയമായി. അപ്പോൾ ഇടയത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. റിവിഷന് സമയം മൊബൈൽ യൂസ് ചെയ്യരുത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ചായക്ക് ചിക്കൻ റൈസ് ആട്ടോ. ചിക്കൻ റൈസും വാങ്ങിച്ച് നമ്മൾ നേരെ വന്ന് ചായയൊക്കെ വെച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ പണിയൊക്കെ ചെയ്തതിന് ശേഷം എന്താ ചായ കുടിക്കുകയാണ്. ചിക്കൻ റൈസും ചായയും മഴയൊക്കെ ആയിട്ട് അന്തസ്സായിരുന്നു. അതിനുശേഷം എന്താ കുറ്റം പറയുന്ന സമയമാണ്. കുറ്റം പറയൽ, ചിരി, കളി, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കാണ്ടായിരുന്നു. അലക്കി കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഇവളിവിടെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയത്, ഞാൻ ഗോതമ്പ് ദോശയും. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുളിക്കാൻ പോയി ഞാൻ. അപ്പോൾ ഞാൻ രാത്രി ആട്ടോ ഗൈസ് കുളിക്കാറ്. അപ്പോൾ അത് കുളിച്ച് വന്ന് സ്കിൻ കെയറിൻ്റെ സമയമാണ്. എൻ്റെ ഭംഗീൻ്റെ രഹസ്യം ഈ സ്കിൻ കെയർ ആണ് ഗൈസ്. അപ്പോൾ ഇതാ സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം നേരെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ നേരെ കിടന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.